കുതിരപ്പുറത്ത് വന്ന് ചോദിച്ചാലും ചോദിക്കപ്പെട്ടവന് കൊടുക്കൽ ബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വാഹനങ്ങൾ, എനിക്കറിയില്ല വിലപിടിപ്പുള്ള വാഹനത്തിന്റെ പേര് കുളത്തൂപ്പുഴ ഷിജാസാഹിബിനടുത്ത് ചോദിക്കുന്നത്. ഏറ്റവും വിലപിടിപ്പുള്ള അദ്ദേഹം വാഹനം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരു ബെൻസ് എന്ന് പറയാം, ആ ബെൻസിൽ ഒരാൾ കടക്കൽ ടൗണിലേക്ക് ഇറങ്ങി വന്നിട്ട് എനിക്ക് എന്തെങ്കിലും തരണമെന്ന് കൈനീട്ടിയാൽ വലിയ വണ്ടി ഇരുന്നുകൊണ്ട് കളിയാക്കുന്നോടാ എന്ന് തിരിച്ചു ചോദിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ആരാണോ ആ ചോദ്യം കേട്ടത് അവന്റെ കയ്യിൽ 10 രൂപയുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ എടുത്തു കൊടുക്കൽ അവന്റെ ബാധ്യതയാണ്. ഈ ഞങ്ങൾ കണ്ട രോഗികളാരും ആരും കുതിരപ്പുറത്ത് വന്നവരല്ല, ബെൻസുകാരിൽ വന്നവരല്ല. ജീവിതത്തിൽ മക്കളുടെ ചവിട്ടേറ്റവർ, ഒരു നേരത്തെ അന്നം കഴിക്കാറില്ലാതെ രാത്രിയും പകലും നോമ്പെടുക്കാറുണ്ടെന്ന് ചോദിച്ചവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയോ, ഇത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എനിക്ക് അതൊക്കെ വലിയ പേടിയാണ്. കാരണം എന്നും വിവാദങ്ങളാണല്ലോ. പക്ഷെ കാരുണ്യ പ്രവർത്തനത്തിൽ ഞാൻ പേടിയെ കൊട്ടുമാറി. അല്ലേ, പ്രേമചന്ദ്രൻ നബി പ്രഭാഷണം നടത്തിയപ്പോ പറഞ്ഞു, ഭക്തിയാണ് ഞങ്ങളുടെ ശക്തി. അതെ, അത് തന്നെയാണ് ശക്തി, അത് തന്നെയാണ് ശക്തി. എന്റെ പ്രിയമുള്ളവരെ, ആ ഗ്രൂപ്പിലൂടെ കാസർഗോഡുള്ളവർ, കണ്ണൂരുള്ളവർ പറയുകയാ, അത് ഇവിടെ തന്നെയുണ്ട് ഞങ്ങളുടെ കൺമുമ്പിൽ. 20-30 ആരുമില്ലവർക്ക്. ഒരു മക്കാമിൽ പോയപ്പോ അവിടെ ഇരിക്കുന്നു വഴിയിൽ, ഒരു കല്യാണത്തിന് പോയപ്പോ അവിടെ കല്യാണത്തിന്റെ സദ്യയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട പന്തലിന്റെ പിറകുഭാഗത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നവരോട് സ്നേഹസാഗരത്തിന്റെ പ്രവർത്തകർ പോയി പരിചയപ്പെടുകയാ. എവിടെയാ വീട്, എന്താ പേര്, ക്ഷമിക്കണ്ട, നിങ്ങളെപ്പോലുള്ളവരെ ഞങ്ങൾ ഏറ്റെടുക്കും. അവരെ കരഞ്ഞിട്ട് ചോദിച്ചു, അത്രേ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് വന്നതാണ്. എത്രയോ കല്യാണ വീട്ടിൽ നിങ്ങൾ പോയി, ആട്ടി ഓടിച്ചതല്ലാതെ സ്ഥലം എവിടെ, പേരെന്താന്ന് ചോദിക്കാൻ ആരും വന്നില്ല. അങ്ങനെ ചോദിക്കണം. അവരെ കാണും പറപ്പോടുകൂടി മാറരുത്. നാളെ അങ്ങനെ അറയ്ക്കുന്ന ഒരു രോഗം നമുക്ക് തരാനും കഴിവുള്ളവനാണ് അല്ലാഹു. പടച്ചവൻ നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുവേ, ജനങ്ങൾ അറക്കുന്ന മൂക്കത്തിൽ നിർമ്മിച്ചു പോകുന്ന രോഗം ഒരിക്കലും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു 3 കാര്യം വിശ്വാസിയുടെ ജീവിതത്തിൽ റൂദിൽ വരിക, രോഗിയെ സന്ദർശിക്കുക, സഹായിക്കുക, സന്ദർശിക്കുക. 2 വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക. 3 അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫക്കുൽ ആനി, ബന്ധിക്കപ്പെട്ടവനെ അഴിച്ചുവിടുക. ഇത് ബന്ധിക്കപ്പെട്ടവർ അഴിച്ചുവിടലാണ്. ഇത് ബന്ധിക്കപ്പെട്ടവർ അഴിച്ചുവിടലാണ്. അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്, നല്ല ഭക്ഷണമാണ്, നല്ല സ്നേഹമാണ്. ഇൻഷാ അല്ലാഹ് അവരെ സംരക്ഷിക്കും. അതുമായി ബന്ധപ്പെട്ട പ്രധാന ചില നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരാം. 1, നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് ഞങ്ങൾ നോട്ടീസ് തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കാം. കൊണ്ടുവരാൻ ആരുമില്ലെങ്കിൽ ഞങ്ങൾ ഈ ചെറിയ ആംബുലൻസ് നമുക്ക് കിട്ടിയത് 17 ലക്ഷത്തിന്റെ ആംബുലൻസിന് വേണ്ടി ഞങ്ങൾ ആദ്യം ഇറങ്ങിയത്. പക്ഷേ അത്രയും പൈസ ആദ്യം വേണ്ടി മുടക്കുമ്പോൾ ഈ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. ആൾക്കാർ ഒരു ചെറുത് മതി. ഇവിടെ ധാരാളം കാരുണ്യ പ്രവർത്തകരുണ്ട്. അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ്, വളരെ ശ്ലാഘനീയമായ പ്രവർത്തനം. അതുപോലെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും വളരെ മുന്നിലുണ്ട്. അവർക്ക് ധാരാളം ആംബുലൻസുകളുണ്ട്. തൽക്കാലം നമുക്കത് ഉപകാരപ്പെടുത്താം. എങ്കിലും ഇത് ഒരെണ്ണം ഈ തിരക്കിനിടയിൽ സംഘടിപ്പിച്ചെടുത്തു. എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി ചെയ്ത ഒരുപാട് പ്രവർത്തനം. അല്ലാഹുവേ, ആ മക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ. അങ്ങനെ അത് ഞങ്ങൾ പറഞ്ഞു വരും. എന്നിട്ട് കൊണ്ടുവരുമ്പോൾ മഹലിന്റെയോ പഞ്ചായത്ത് പ്രതിനിധികളുടെയോ പോലീസ് സ്റ്റേഷന്റെയോ കത്തും അവരുടെ അന്വേഷണ റിപ്പോർട്ടും നമുക്ക് വേണം. കാരണം ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നീട് അതൊരു പ്രശ്നത്തിലേക്ക് എത്താൻ പാടില്ല. അങ്ങനെ ഫുൾ ബുക്കും പേപ്പറും ക്ലിയറായ വണ്ടി എന്ന് പറയുന്ന പോലെ ഒരു രോഗിയുടെ സർവ്വതും ക്ലിയറായ ഒരു രോഗിയുടെ ഏറ്റെടുക്കലാണ് നിങ്ങൾ നടത്തുന്നത്. ഇവിടെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ആർക്കും വന്നവരോട് ചോദിക്കാം, ഇന്ന് ഭക്ഷണം കഴിച്ചായിരുന്നു എന്ന വിശേഷം. ബാബു എന്ന സഹോദരൻ ഇവിടെ വന്ന് ടറഫ ഹോസ്പിറ്റലിന്റെ മുകളിൽ കിടന്നു പറഞ്ഞതാ, ഇപ്പോഴെനിക്ക് മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നുക. ഞാൻ സഹോദരോട് പറഞ്ഞു, പെണ്ണ് വെക്കണം എന്നാണ് പറയാൻ ആരോഗ്യ വണ്ടി കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പൊ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. ജീവിതം ഉണ്ടോ എന്ന് അറിയാതെ കിടന്ന സഹോദരനാണ്. ഇപ്പൊ പറയുന്നു, എനിക്കിപ്പോ ജീവിക്കണം, എനിക്കിപ്പോ ജീവിക്കാൻ തോന്നുന്നു, സന്തോഷം തോന്നുന്നു. അദ്ദേഹം ആഗ്രഹിക്കുന്ന ഭക്ഷണം നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷത്തിലാണ്. ശരീരത്തിന്റെ കുറച്ച് അടുത്തൊക്കെ പോയി ഒന്ന് കുളിച്ച് വൃത്തിയാകുമ്പോൾ എന്ത് സുഖം കിട്ടുമെന്നറിയോ? അല്ലാഹുവേ, നമ്മുടെ ഉമ്മായി ഉപ്പായി ഒരിക്കലും നീ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കല്ലോ. എനിക്ക് അതാണ് പ്രിയമുള്ള ചിന്ത. നിങ്ങൾ മറ്റു രോഗികളെ ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ഒരു രോഗിയും
ഇങ്ങനെ ആരുമില്ലാതെ കിടക്കാൻ പാടില്ല. നമ്മൾ നോക്കണം, നമ്മളെ സഹായിക്കണം. അപ്പൊ അഴിച്ചുവിട്ടതാണ്. ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ, എന്റെ മക്കൾ കല്യാണത്തിനും ഫംഗ്ഷനും പരിപാടിക്കും പോകുമ്പോ എന്നെ കെട്ടിയിട്ടിട്ടാണ് പോവാ. കാരണം എനിക്ക് 70ാമത്തെ വയസ്സിൽ ഇച്ചിരി പ്രാന്ത് വന്നു. അതുകൊണ്ട് ഇനിയും ഒറ്റയ്ക്കാകുമ്പോ വരുമോ എന്ന് പേടിയാണ്. അതുകൊണ്ട് ഉസ്താദേ, മോൻ അറിയാതെ വിളിക്കാണ്, ഞാൻ നിങ്ങളെ സ്നേഹസാഗരത്തിൽ വന്നാലോ? എന്നെ അവിടെ കെട്ടിക്കിടാൻ സംഘടനകളില്ല. എനിക്ക് ഭക്ഷണം തരാൻ എന്റെ മക്കളെക്കാൾ സ്നേഹമുള്ളവരുണ്ട്. അങ്ങനെ ഒരു പിതാവ് മുസൽമാന്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് പുലമ്പാൻ പാടില്ല. അള്ളാന്റെ അദാബുണ്ടാകും. പടച്ചവൻ അപേക്ഷിക്കട്ടെ. നല്ല മരണമാണ് ഇതിന് സമ്മാനമായി അള്ളാഹു തരുന്നത്. നല്ല മരണമാണ് ഇതിന്റെ സമ്മാനമായി അള്ളാഹു നമുക്ക് തരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, മുനാവരത്തുൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുക എന്നത് മോശമായ അന്ത്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന നല്ല മരണം കിട്ടും. ഇങ്ങനെ പ്രവർത്തിച്ചാൽ നല്ല മരണം കിട്ടും. രോഗികൾക്ക് ആശ്വാസം കൊടുത്താൽ അവരുടെ പ്രാർത്ഥനയും പൊരുത്തവും നല്ല മരണവും കിട്ടും. വേറെ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും എത്ര ദുആ ചെയ്താലും മതിവരില്ല. അടങ്ങാത്ത കൊതിയിനെക്കൊണ്ട് സുബൈ വാങ്ങിക്കുന്നവരെ കരഞ്ഞു ദുആക്കാൻ. കാരണം കാസർഗോഡത്തെ രാവിലെ ഉള്ള ഒരു സഹോദരൻ, ഞാനിവിടെ വൈകുന്നേരം വരുമ്പോ ആ സഹോദരൻ നമ്മൾ കൊണ്ടിട്ടിരിക്കുന്ന ബെഡ് ഒരു തോർത്ത് കൊണ്ട് കുറയ്ക്കുകയാണ്. എപ്പോഴാണ് നേരത്തെ ഉച്ചയ്ക്കാണ് ആ നാട്ടിൽ നിന്ന് വന്നത്. കർണാടക ബോർഡർ താമസിക്കുന്ന സഹോദരൻ, കോഴിക്കോട് വന്ന എന്റെ പ്രിയപ്പെട്ട കുട്ടില, മണ്ണാർക്കാട്, പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം, അതെല്ലാറ്റിലും കൂടി ഇന്നലെ 11 മണിക്ക് രാത്രി ഞാനിവിടെ വന്നു പോകുമ്പോ ഷൈജു എന്ന പൊതുപ്രവർത്തകനായ സഹോദരൻ, മതം മറന്ന് രാഷ്ട്രീയം മറന്ന് കാരുണ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കൂട്ടുകാരൻ, അവിടെ കിച്ചന്റെ ഭാഗത്ത് കുറെ സൗകര്യങ്ങൾ ഒരുക്കാൻ കവിയൂർ ഉസ്താദ് കൂടെയുണ്ട്. ഞങ്ങളെ കൊണ്ട് മറ്റുള്ളതൊക്കെ നിങ്ങൾ ചെയ്തു. അൽഹംദുലില്ലാഹ്. നജീം എന്ന ചടയമംഗലത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അഹോരാത്രം ഇതിനു വേണ്ടി നിയത്ത് ചെയ്തിരിക്കുന്നു പ്രവർത്തിക്കാൻ. ഇനി തൽക്കാലം ഒരു കിച്ചൻ അതിന് പുറത്ത് നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഭക്ഷണം അവിടെ വെച്ച് കൊടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോ തൽക്കാലം ഒരു മാസത്തേക്ക് 5 രോഗികളെ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഇവിടെ കൊണ്ടുവരും. അവർക്ക് തൽക്കാലം പുറത്തുനിന്ന് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള പരിപാടികൾ ആദ്യം ചെയ്യുക. അത് കഴിഞ്ഞ് കിച്ചൻ കൂടി ശരിയായി വന്നാൽ അതിൻ്റെ അകത്ത് ക്യാൻറ്റീനുണ്ട്. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അവരവരുടെ മതമനുസരിച്ച് ആരാധനാ സൗകര്യം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. അവിടെ നമസ്കരിക്കാൻ പറ്റും. അറഫ ഹോസ്പിറ്റലിലെ പ്രിയപ്പെട്ട ഡോക്ടർമാർ ഈ പ്രിയപ്പെട്ട രോഗികൾക്ക് വേണ്ട പരിചരണവും ചികിത്സയും നൽകും. അത്യാവശ്യം മെഡിക്കൽ കോളേജിലോ കിംസിലോ മറ്റു ഹോസ്പിറ്റലുകളിലോ കൊണ്ടുപോകേണ്ടി വന്നാൽ നിമിഷ നേരം കൊണ്ട് ജാഗരൂകരായി കാത്തിരിക്കുന്ന ആംബുലൻസിന്റെ പ്രിയപ്പെട്ട ഡ്രൈവർമാരുണ്ട്. ഞങ്ങളുണ്ട് ഉസ്താദേ, ഒന്നും പേടിക്കണ്ട, എവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ മതി. എല്ലാം മാറ്റിവെച്ചിട്ട് അവർ രംഗത്ത് വരുന്നുണ്ട്. അതിലൊരു സഹോദരന്റെ ഭവനത്തിൽ ഞാൻ ഒരു ദിവസം രാവിലെ പോയി ദ്വാരന്നു കഴിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, 14 ജില്ലയിൽ 14 സ്നേഹസാഗരത്തിന്റെ ആംബുലൻസ് എടുത്താൽ ഫ്രീ ആയി സർവീസിന് വേണ്ടി. ഫ്രീ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് എണ്ണ അടിക്കാൻ എന്തെങ്കിലും അർഹതപ്പെട്ടവരാണെങ്കിൽ അതുപോലും വേണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് കൊടുക്കേണ്ടി വരും. കാരണം ചിലപ്പോ അതിനകത്ത് എണ്ണയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി വരാൻ കഴിയുള്ളൂ. അല്ലാതെ ഇത് പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ഞാൻ പറയുന്നു, നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങളെല്ലാവരും ആ ബിൽഡിംഗ് വന്ന് കാണണം. ഞങ്ങൾക്ക് അത്രേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ ബാക്കി കാര്യങ്ങൾ കുറെ ചെയ്യാനുണ്ട്. കുറെ സാമ്പത്തിക പരിമിതികളൊക്കെ വന്നുകൊണ്ട് പെട്ടെന്ന് തട്ടിപ്പൊട്ടിയതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. ഒരു 2 മാസം കഴിഞ്ഞിട്ട് അതിന്റെ മുമ്പ് ഒരു ചെറിയ ഫംഗ്ഷൻ ഞങ്ങൾ വെക്കും. കേരളത്തിൽ അറിയപ്പെട്ട നല്ല ഡോക്ടർമാരെ കൊണ്ടുവന്ന് രോഗികൾക്ക് ക്ലാസ്, ക്യാൻസർ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, പച്ചക്കറി കൃഷിയെ പ്രോത്സാഹനം, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇവിടെ നടത്തും. അതോടൊപ്പം ഈ കാരുണ്യ പ്രവർത്തനത്തിന്റെ കവാടം നമുക്ക് തുറന്നു തന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ദുആ ചെയ്യും. നമ്മൾ ദ്വാരക്കുമ്പോൾ ഈ രോഗികൾ ആമീൻ പറയും. തളർന്നു കിടക്കുന്നവർ, ആരോഗ്യമില്ലാത്തവർ ആമീൻ പറയും. ഇതിനപ്പുറം ഒരു ദുആ നമുക്ക് കിട്ടേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് തങ്ങളുടെ അനുവാദം ഞാൻ ചോദിച്ചില്ല, പക്ഷേ തങ്ങളെ ഞാൻ പറഞ്ഞാൽ തട്ടിക്കളയൂല. അബൂറബി ഉസ്താദിന്റെ ഏറ്റവും പ്രിയങ്കരനായ എന്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾക്ക് പ്രചോദനമായ ബഹുമാനനും ആദരണീയമായ സയ്യിദ് മുത്തുക്കോയ തങ്ങൾ ഇൻഷാ അല്ലാഹ് കുറച്ച് ഇപ്പം ദുആ ചെയ്യും. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. മർഹൂം ഷബീർ ഖാൻ നഗരമാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. എന്റെയും ഷബീർ ഉസ്താദിന്റെയും നിങ്ങളിൽ പലരുടെയും ചുറുചുറുക്കുള്ള ഒരു കൂട്ടുകാരനായിരുന്നു മരണപ്പെട്ടുപോയ ഷബീർ ഖാൻ. അള്ളാഹു ആ സഹോദരന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ക്യാൻസർ രോഗം ബാധിച്ചതിന്റെ പരിസരത്ത് കഴിയുന്ന ഒരു സഹോദരനുണ്ട്, അനിസാർ എന്ന പേര്. അള്ളാഹു
അല്ലാഹുവേ, ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ആ സുഖം നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ ശരീരത്തിൽ അതിന് അണക്കലുണ്ടെങ്കിൽ സയ്യിദ് അവരുടെ ദുആയോടുകൂടി നീ കരിച്ചു കളയണം റബ്ബേ. ഇതിന്റെ പരിസരത്തൊക്കെ ഒരുപാട് അത്തരം രോഗികളുണ്ട്, ഒരുപാട് ആളുകൾ, അവർക്ക് വിഷമം അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ പേടിച്ചിട്ട് ആരോട് പൈസ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾ 10,900 ആളുകളില്ലേ ഉസ്താദ്, ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക്, ഞങ്ങൾ കട്ടിൽ വാങ്ങിക്കൊണ്ട് തന്നാലോ, ഞങ്ങളൊരു കസേര വാങ്ങിക്കൊണ്ട് തന്നാലോ, ഞങ്ങൾ 2 വീൽ ചെയർ കൊണ്ട് തന്നാലോ, ഒരു സ്ട്രെച്ചർ കൊണ്ട് തന്നാലോ. അങ്ങനെ പറഞ്ഞ് ഒരുപാട് സഹോദരങ്ങൾ അല്ലാഹുവേ പറഞ്ഞ തീരില്ല സാധുക്കളാണ്. അവരത് ഏറ്റെടുത്തിട്ട് കട്ടിലും ഇരിപ്പും ബെഡും ഒക്കെയായി ഒരുപാട് സാധനങ്ങൾ കൊടുക്കുന്നു. അല്ലാഹുവിനെ മുഴുവനും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി ത്യാഗം ചെയ്ത് പരിശ്രമിച്ച, നല്ല രീതിയിൽ ശബ്ദവും വെളിച്ചവും തന്ന, അതുപോലെ കസേര പറക്കാൻ, ഇതിന്റെ പ്രചരണം നടത്താൻ എല്ലാ ജില്ലകളിലും ഇതിന്റെ പോസ്റ്റർ ഒട്ടിച്ചു. കടയ്ക്കലത്തെ ഈ പരിപാടിയുടെ പോസ്റ്റർ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഒട്ടിച്ചു. കാസർഗോഡ് കർണാടകയിൽ ഒട്ടിച്ചു. കർണാടകയിൽ ഇതിന്റെ പബ്ലിസിറ്റി പോലും വാട്സപ്പിലൂടെ അനൗൺസ്മെന്റ് വരെ നടത്തി. ഒരുപാട് ആളുകൾ ഏറ്റെടുത്ത ഈ പ്രോഗ്രാം ഇവിടത്തെ ജാതിയും മതവും നോക്കാതെ സ്നേഹത്തിന് അതിർവരമ്പുകളില്ല എന്ന് ഏറ്റവും അധികം പഠിപ്പിച്ച കടയ്ക്കലിന്റെ മണ്ണിൽ ഇത് തുടങ്ങാൻ ആഗ്രഹിച്ചത്, എന്തുകൊണ്ടും അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ സാഹോദര്യത്തിന്റെ സുഖം ഞാൻ തുറന്നത് കടയ്ക്കലായതുകൊണ്ട് അത് അവിടെ തന്നെ തുടങ്ങട്ടെ എന്ന് കരുതി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ബഹുമാനപ്പെട്ട കടയ്ക്കൽ ജുനൈദ് സാഹിബ് ഇത്രയും മണിക്കൂറുകളോളം ഒരു സ്റ്റേജിൽ വന്നിരുന്നിട്ടില്ല. പക്ഷേ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി KBF-ന്റെ കനിവ് പ്രവർത്തിക്കുന്നതും കാരുണ്യമാണ്. അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ, കൊല്ലപ്പാറ താജ് സാഹിബ് ഉൾപ്പെടെ ഒരുപാട് പേർ, അൽഹംദുലില്ലാഹ് എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. അൽ-ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. മറ്റൊരു പ്രധാന കാര്യം, ഇവിടുത്തെ പ്രാദേശിക ചാനലുകാരും പത്രപ്രവർത്തകരും നമ്മളോട് കാണിച്ച സമീപനം അൽഹംദുലില്ലാഹ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇല്ല, നമ്മൾ പറയാതെ വാർത്തകൾ കൊടുക്കാനും നമ്മുടെ ഈ കാര്യത്തിന് എന്ത് സഹായം വേണമെങ്കിലും തരാമെന്ന് വാക്ക് പറഞ്ഞ എല്ലാ പത്രത്തിന്റെ പ്രവർത്തകരും ഇവിടെയുണ്ട്. അതിനെ കൂടാതെ തലയിൽ പിന്നെ വെച്ചിട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഷാഫിയാത്തും അവരൊക്കെ ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. 1-2 പ്രധാന വിഷയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തരണം ചെയ്ത് എന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ 4 ഗ്രൂപ്പിന്റെ അന്യന്മാരാണ്. അൽഹംദുലില്ലാഹ് അവരിതിനു വേണ്ടി വന്നത് ഒരു വലിയ ത്യാഗം ചെയ്തിട്ടാണ്. അതുപോലെ ഒരുപാട് കൂട്ടുകാർ, എത്ര പറഞ്ഞാലും മതിയാവില്ല, അത് വീണ്ടും പറയാം. കാരണം ചെയർമാൻ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു സഹോദരൻ വിട്ടുപോയാൽ ഒരിക്കലും മാപ്പ് അറിയിക്കുന്നതല്ല, സഹിക്കാൻ കഴിയില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല, അവരാണ് ചെയ്തത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളെ ദ്വാരക്കുമ്പോൾ ഇതിനുവേണ്ടി ഞാൻ വർക്കല പ്രസംഗിച്ചപ്പോൾ ശ്രീലങ്കക്കാരിയായ നിജുമ എന്ന സഹോദരിയെ വർക്കലയുള്ള ഒരു സഹോദരൻ അവിടെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആ സഹോദരി പറഞ്ഞു, 25,000 രൂപ അവിടെ കട്ടിൽ വാങ്ങിയിരുന്നെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ആ സഹോദരി. അതുപോലെ കുറെ ആളുകൾ അൽഹംദുലില്ലാഹ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനുവേണ്ടി മാത്രം വന്ന പിന്നെ ബഹുമാനപ്പെട്ട ബഷീർ അടാറ്റ്, മാനസിക വിഭ്രാന്തിയിൽ അകപ്പെട്ടു പോയവർക്ക് തന്റെ കൗൺസിലിംഗ് ക്ലാസ്സിലൂടെ ഒരുപാട് മാറ്റം കൊടുക്കാൻ കഴിവുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമ്മുടെ സ്ഥാപനത്തിന് ശരിക്കും നമുക്ക് ഉപകാരപ്പെടുത്താൻ സാധിക്കും. അൽഹംദുലില്ലാഹ് അങ്ങനെ ഒട്ടനവധി ആളുകൾ ഇവിടെ എത്തി. എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ദ്വാരക്കുമ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ ഓർമ്മിച്ച് ഞങ്ങൾക്കൊക്കെ വേണ്ടി, ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി, ഈ കച്ചവടക്കാർക്ക് വേണ്ടി, ഈ നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി, ഈ സാമൂഹ്യം നിലനിൽക്കാൻ വേണ്ടി ഞങ്ങളോട് 100% സഹകരിച്ച ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തകർക്ക് വേണ്ടി, രാഷ്ട്രീയ സാമൂഹിക സാമുദായിക നേതാക്കന്മാർക്ക് വേണ്ടി, എന്റെ നാട്ടുകാർക്ക് വേണ്ടി